ലോകകപ്പ് മോഹവുമായി വന്ന ജർമ്മൻ സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാനിട്ട് പരാഗ്വേയുടെ പോരാട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ. പ്രകടനത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും ഉള്ളത് ജർമ്മനിയെ പൂട്ടിയ ഒർലാൻഡോ ഗില്ലിന്റെ മികവിനെയാണ് എല്ലാവരും വാഴ്ത്തുമ്പോഴും താരം കടന്നുപോയ ദുരിതകഥ എല്ലാവരുടെയും കണ്ണ് നനയിക്കുന്നതാണ്. ഫുട്ബോൾ മൈതാനങ്ങൾ പലപ്പോഴും വെറും കളിക്കളങ്ങൾ മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവനത്തിന്റെ വലിയ പോരാട്ടവേദികൾ കൂടിയാണ്. ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വെ അട്ടിമറിച്ചപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ആ 6 അടി 6 ഇഞ്ചുകാരനായ വൻമരത്തെയായിരുന്നു. ജർമ്മൻ താരങ്ങളുടെ ലോകോത്തര ഷോട്ടുകൾ തട്ടിയകറ്റിയ ആ വലിയ കൈകൾക്ക് പിന്നിൽ ഹൃദയം തകർന്നൊരു അച്ഛൻ്റെ കണ്ണീരിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ പറയാനുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് തനിക്ക് സ്വന്തമായിരുന്നതെല്ലാം ഒർലാൻഡോ ഗില്ലിന് നഷ്ടപ്പെടുത്തേണ്ടി വന്നിരുന്നു. കുഞ്ഞിൻ്റെ ഭാരിച്ച ചികിത്സാ ചിലവുകൾക്കായി അദ്ദേഹത്തിൻ്റെ ബൂട്ടുകളും ട്രെയിനിങ് കിറ്റും പരാഗ്വെ അണ്ടർ 20 ജേഴ്സി അടക്കം വിറ്റ ഒരു അച്ഛൻ്റെ കഥയുണ്ട് ഗില്ലിന്. ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ ഒരു ജേഴ്സി പോലും ബാക്കി വയ്ക്കാതെയാണ് ആ അച്ഛൻ എല്ലാം വിറ്റഴിച്ചത്. കുഞ്ഞിനായി എല്ലാം വിറ്റഴിച്ചപ്പോഴും തൻ്റെ സ്വപ്നങ്ങളെയും ഫുട്ബോളിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ജോഡി ഗോൾ കീപ്പർ ഗ്ലൗസ് മാത്രം വിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആ ഗ്ലൗസുകൾ അദ്ദേഹത്തിന് വെറുമൊരു കളിമുതൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു നാൾ താൻ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടക്കുമെന്ന പ്രതീക്ഷയുടെ അടയാളമായിരുന്നു. കഠിനമായ ആ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അർജന്റീനയിലെ പ്രമുഖ ക്ലബായ സാൻ ലൊറാൻസോയിലേക്ക് ഗില്ലിന് അവസരം ലഭിച്ചു. അവിടെ നിന്നുള്ള മിന്നുന്ന പ്രകടനം അദ്ദേഹത്തെ 2026 ലോകകപ്പിൽ പരാഗ്വേയുടെ 1-ാം നമ്പർ ഗോളിയാക്കി മാറ്റി. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യനു മുന്നിൽ വിധിയും തോറ്റുപോകുന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഒർലാൻഡോ ഗിൽ. വെൽക്കം ഡെസ്ക്, കൈരളി ന്യൂസ്.